മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഫേവറേറ്റ് റൗണ്ടില് നമുക്കൊക്കെ വിശ്വാസമുള്ള നമ്മുടെ ധ്യാൻ കുട്ടൻ എത്തുന്നു. വെൽക്കം ധ്യാൻ വിശ്വാസ് ഓൺ സ്റ്റേജ്. ഹലോ. ധ്യാൻ വിശ്വാസമൊക്കെ അങ്ങ് നീളം വെച്ചു പോയോ? നമ്മൾ നിങ്ങളെയൊക്കെ സ്വപ്നം കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ധ്യാനിനെ സ്വപ്നം കണ്ടു. എന്താ ബിന്യാന്റെ സ്വപ്നത്തിൽ കാണുന്ന? പാട്ട് പാടുന്നോ? അല്ല, ഇവര് കൊണ്ടുവന്ന് എനിക്ക് മുട്ടായി തരണതും ബിന്യാന്റെ എഴുന്നേക്ക് അങ്ങനെയൊക്കെ അലുവ, ചോക്ലേറ്റ്, ശരി മക്കളെ, ഏതാടാ പാടുന്നേ? വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ. രാജാവിന്റെ മകൻ അല്ലേ? അതെ, മോഹൻലാലിന്റെ നമ്മുടെ ചക്രവർത്തി, നമ്മുടെ രവീന്ദ്ര മാഷിന്റെ. അതെ അതെ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം പകർന്ന് ഉണ്ണിമേനോൻ ആലപിച്ച രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം. 1986 ഈ ഗാനം. അതെ, കേൾക്കാം. നമുക്ക് കേൾക്കാം. തുടങ്ങൂ മകനെ. കാതോർത്തിരിക്കാം. ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ. ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ. ഓ സംഗീതമേ, ഹിമഗിരി തൻ
ആ നൈസ് നൈസ്. ധ്യാൻകുട്ടാ, എന്താ സർ? ഇത് ഈ സ്വരങ്ങള് ഓഫ് നോട്ട്സ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ ആദ്യം പാടിയില്ലേ നീ സ നീ നീ പ മ ഗമ ഗ സ സ നീ എന്ന് വരുന്നില്ലേ? അങ്ങനെ അതുപോലൊക്കെയാണ് ഈ പാട്ടിലും SP വെങ്കടേഷ് സാർ അതിന്റെ ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ കോഡ്സും നമ്മൾ പാടുന്നതായിട്ട് ചേരത്തില്ല. അങ്ങനെ വരുമ്പോ എന്തോ ഒരു കല്ലുകടി നമുക്ക് തോന്നും. അപ്പൊ ആദ്യത്തെ ഹിമഗിരി തൻ കൊടുമുടിയിൽ അത് സ്ലോ ആയിട്ട് പാടിക്കേ. ഹിമഗിരി തൻ കൊടുമുടിയിൽ പനി പനി കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു. കണ്ടോ? അപ്പൊ അതിനകത്ത് ഒരുപാട് നോട്ടുണ്ട്. അപ്പൊ നമ്മള് പെട്ടെന്ന് പാടി പോകുമ്പോഴത്തേക്ക് അവിടുന്ന് എന്തോ കുഴഞ്ഞു അങ്ങ് പോകുന്നവരൊന്ന് ലാസ്റ്റിൽ അത് മോൻ കറക്റ്റ് ആയിരുന്നു. പ്രയാസമാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്വരസ്ഥാനം കൃത്യപ്പെടുത്തിയിട്ട് പാടിയാലേ അത് നിൽക്കത്തുള്ളൂ. ഈ സ്വരമൊക്കെ ഉണ്ട്. എന്താണ് ഒരു നുള്ളു അത് പാടി. കറക്റ്റ്. ആ വിരുന്നു വന്നതും വിരിഞ്ഞു നിന്നതും വാസന്തമോ. ആ വാസന്തമോ ഏതാണ്? വാസന്തമോ അതാണോ? ഏതാ? വാസന്തമോ വാസന്തമോ. അങ്ങനെ വരില്ല. എന്തോ ഒരു വ്യത്യാസമുണ്ട് അവിടെ. ഒരു ട്യൂണിന്റെ മോൻ പാടുന്ന വ്യത്യാസമുണ്ട്. അടുത്തത് ഒരു നുള്ളു. ഒരു നുള്ളു പൂമണം തേടി. അത് പാടുവോ? അത് കറക്റ്റ്. ഒരു നുള്ളു പൂമണം തേടി. ഒരു നുള്ളു പൂമണം തേടി അതുവഴി പോകും തെന്നലെ കൊണ്ടു തരൂരു മുളം തണ്ടിൽ മധുരവും മണവും. ആ അവിടൊക്കെ ഭയങ്കര ഓഫ് നോട്ട്സ് ആണ്. അത് കൃത്യമായിട്ട് ആ നോട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ, ആ സ്വരസ്ഥാനം വന്നില്ലെങ്കിൽ നമുക്ക് എന്തോ പോലെ ഇരിക്കും. നല്ല ടഫാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു സംഗതി പാടുന്ന പോലെ അല്ല. ഇത് കൃത്യമാണ്. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിൽ അക്ഷരം വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ ക്ലാഷ് വരും. അപ്പം അടുത്ത പാട്ടി നമുക്ക് പിടിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.